നമസ്തേ. വലിയൊരു സന്തോഷത്തിലാണ് ഭാരതീയരെല്ലാവരും. കുട്ടി ക്രിക്കറ്റിൻ്റെ ലോക രാജാക്കന്മാരായ ഭാരതം ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമസ്തേരയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. സംഗീതപ്രേമികളായ അറബികളുടെ പ്രിയപ്പെട്ട ഒരു മലയാളിയുണ്ട് ഷാർജയിൽ. അവരുടെ സ്വന്തം ഉസ്താദ് ബാസു. കാസർഗോഡ് സ്വദേശിയായ ഭാസ്കരൻ ഒരു തബലിസ്റ്റ് മാത്രമല്ല, UAE ഉൾപ്പെടെ GCCയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും സംഗീതപ്രേമികളായ അറബികളുടെ പ്രിയപ്പെട്ട സംഗീതോപകരണങ്ങൾക്ക് എന്ത് കോട്ടം വന്നാലും അവരോടിയെത്തുന്നത് ഉസ്താദ് ബാസുവിനരികിലേക്കാണ്. പുതിയത് വേണമെങ്കിലും വരുന്നത് ഇവിടെ തന്നെ. തബലയും മൃദംഗവും വായിച്ച് തഴക്കം വന്ന കൈകളിൽ അറബിക് താളങ്ങളും നിഷ്പ്രയാസം വഴങ്ങും. നാട്ടിൽ അറിയപ്പെടുന്ന തബലിസ്റ്റും മൃദംഗ വിദ്വാനുമായിരുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ പുലിക്കോടൻ ഭാസ്കരൻ 25 വർഷങ്ങൾക്ക് മുൻപാണ് കടൽ കടക്കുന്നത്. UAEയിലെത്തി സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലിക്ക് കയറി. അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നമ്മുടെ 25 വർഷമായി ഇവിടെ വന്നിട്ട്. ഞാൻ വന്നിട്ട് വേറെ ഷോപ്പിലായിരുന്നു. അവിടെ നിന്ന് ഇതൊക്കെ നോക്കി പഠിച്ചാണ്, സ്വന്തമായിട്ട് പഠിച്ചത്. നാട്ടിൽ തബല ഇതെല്ലാം വായിക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. വർഷങ്ങളെടുത്ത് വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനുമൊക്കെ പഠിച്ചു. ഒപ്പം അറബിയും. അതോടെ സ്വന്തമായി കട തുടങ്ങാനുള്ള ആത്മവിശ്വാസം കൈവന്നു. ഒരു 6 വർഷം ഒരു ഷോപ്പിൽ പണിയെടുത്തു. പിന്നെ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങി 5-6 വർഷം. പിന്നെ അത് വാടക കൂട്ടി കൊണ്ട് നമുക്ക് ഈ വെള്ളിയിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ വർക്കെല്ലാം ചെയ്യുന്നത്. ഇന്ന് ഉസ്താദ് ബാസു നിർമ്മിക്കുന്ന വാദ്യോപകരണങ്ങൾ തേടി ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഒട്ടേറെ ആവശ്യക്കാരാണ് എത്തുന്നത്. ഉപയോഗിച്ച് താളം മാറുന്ന വാദ്യോപകരണങ്ങൾ മിനുക്കിയെടുക്കാൻ ഇവർക്ക് ഉസ്താദ് ബാസുവിനെ വേണം. അങ്ങനെ എത്തിയതാണ് ഇവിടെ കാണുന്ന റഹ്മാൻ റണ്ണയും റാസും ചാസറും ഒക്കെ. നമ്മൾ അധികം ഉണ്ടാക്കുന്നത് ഇത് ഡ്രംസ് ഐറ്റങ്ങൾ. അതായത് മിസൻഡോ, അറബിക്ക് ഇത് മിസൻഡോ എന്ന് പറയും. മിസൻഡോ, മുദേമ, പിന്നെ ചാസർ, റണ്ണ, റഹ്മാനി റണ്ണ, പിന്നെ കാസൂർ, പിന്നെ ഡോലക്ക്, പിന്നെ ഇന്ത്യൻ തബല, മൃദംഗം, ഇതൊക്കെ ചെയ്തു കൊടുക്കും. ആടിൻ്റെയും കാളയുടെയും തോലുകളാണ് പ്രധാനമായും ഇവിടുത്തെ വാദ്യോപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം വള്ളിപുള്ളി വിടാതെ പറയും. തബലയുടെയും മൃദംഗത്തിൻ്റെയും താളവും ശബ്ദവും മാത്രമല്ല, ഇന്ന് അറബിക് താളങ്ങളും വാദ്യോപകരണങ്ങളുമെല്ലാം ഈ പ്രതിഭയ്ക്ക് നിഷ്പ്രയാസം വഴങ്ങും. അജ്മാനിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രഷ് തോല് വാങ്ങും. ഉപ്പിലിട്ട തോലാണ്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് അത് ഷേവ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉണക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വീണ്ടും വെള്ളത്തിലിട്ടിട്ട് രണ്ടാമത് ഒരു തോല് 2 ചെറിയ ചെണ്ട ഉണ്ടാക്കാൻ പറ്റും. വലിയത് 2 പീസ് വേണം ഒരു ചെണ്ടക്ക്. തബലിസ്റ്റായും അധ്യാപകനായും പ്രവാസ ലോകത്ത് സജീവമായിരുന്ന കാലത്ത് ഷാർജ ഭരണാധികാരിയുടെ അഭിനന്ദനം നേരിട്ട് ഏറ്റുവാങ്ങാനായി. അത് ഇന്നും നിറമുള്ള ഓർമ്മയാണ്. 10 വർഷം ആവും കൾച്ചർ സെൻറ്റർ വെച്ചിട്ട്. അവിടെ ഒരു ഇതുപോലത്തെ ഡ്രാമ ഉണ്ടായിരുന്നു. അതിൽ മിസ്രികളാണ് കൂടുതൽ, 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ഷൈഖ് സുൽത്താൻ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൈയെല്ലാം കൊടുത്ത് സലാം, ഇതല്ലേ ഒരു സന്തോഷമാണ്. അത് കൊടുത്ത് ഒരു ഭാഗ്യം. അങ്ങനെ ഇത് കിട്ടി. വാദ്യോപകരണങ്ങൾ വാങ്ങാനും നന്നാക്കാനുമായി എത്തുന്നവർക്കുള്ള വിരുന്ന് ഉസ്താദ് ബാസുവിൻ്റെ തബല പ്രകടനമാണ്. ഇത് കണ്ട് പലരും പരിപാടികളിലേക്ക് ക്ഷണിക്കും. ഉസ്താദ് ബാസു എന്ന പേര് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ വരും. ഉസ്താദ് വാസു എന്ന് വിളിക്കും. പേരിന് വാസു വിളിക്കല്ലേ. പിന്നെ അവരുടെ പ്രോഗ്രാം ഞാൻ തബല വായിക്കാൻ പോകും.
അറബിക്ക് വായിക്കും. അങ്ങനെ ഒരു ഫേമസായി കുറച്ച്. ഇപ്പോൾ കൂടുതൽ ഫേമസായി. ദിവസേന 15 മുതൽ 18 വരെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കും. UAE കഴിഞ്ഞാൽ ഒമാനിൽ നിന്നാണ് ഏറ്റവും അധികം ആവശ്യക്കാരെത്തുന്നത്. തബലയും മൃദംഗവും ഒക്കെയാണ് അധികവും ട്യൂണിങ്ങിനായി കൊണ്ടുവരുന്നത്. ഭാസ്കറിന്റെ സഹായത്തിന് നിഴല് പോലെ ഒരാൾ കൂടെയുണ്ട്, ഗുലാം ജാസിം. പാകിസ്ഥാൻ സ്വദേശിയായ ജാസിം ജനിച്ചു വളർന്നത് UAE-യിലാണ്. 20 വർഷമായി ഉസ്താദ് ബാസുവിനൊപ്പമുണ്ട്. ഇവിടെ കലാകാരന്മാരെത്തിയാൽ അല്പനേരം പാട്ടും മേളവുമൊക്കെ ഇരിക്കാതെ ഇരുവരും യാത്രയാക്കില്ല. പാട്ടിന്റെ താളത്തിലാടിടമോ പെണ്ണേ ഓ അപ്പോൾ എനിക്കതിൽ കൂടുതൽ അറിയില്ലെങ്കിൽ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നതാണ് നമുക്ക് പറഞ്ഞുതരും. പറഞ്ഞുതരാനും മനസ്സുണ്ടല്ലോ, അതാണ് കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമേ പിന്നെ പാടില്ലോ എന്നുള്ള കാര്യമില്ല, ഇല്ല എല്ലായിടത്തിലേക്ക് എത്തിക്കണമെന്നില്ല മനസ്സ്. അതാ ഇത്ര ഈ സ്ഥലത്ത് ഇത്ര ആൾക്കാർ വരാൻ കാരണം ഒമാൻ അത്ര ദൂരത്തു നിന്ന് ആൾക്കാരോടെ ഇരുന്നു. അപ്പോൾ നല്ല സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നില്ലേ, ആ ഒരു ആളാണ് പോകുന്നത്. ഈ വാദ്യോപകരണങ്ങളും അവയുടെ താളവുമാണ് ഉസ്താദ് ബാസുവിൻ്റെ ലോകം. ഇവിടെ വന്ന് മടങ്ങുന്ന ഓരോരുത്തരും സംഗീതത്തെ നേരിട്ടറിഞ്ഞാണ് യാത്രയാവുന്നത്.